യാ ഹബീബ്, എന്താ വിശേഷം? സുഖാണ്. നീ ഇവിടെ വളാഞ്ചേരി ആ സമസ്തയുടെ മദ്രസയിൽ പഠിച്ചിരുന്ന കുട്ടിയല്ലേ? അതെ. നീ അയച്ച വീഡിയോ അവിടെ എന്തിനെങ്കിലും ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ളതാണോ? അല്ല, കുത്തുബ്രാത്തീവ എങ്ങനെ? മഹാന്മാരുടെ പേരിലുണ്ടല്ലോ, മഹാന്മാരുടെ പേര് വിളിച്ചുകൊണ്ട് ആ കുന്തള ഒരു സാധനം ഉണ്ടല്ലോ, അവര് രണ്ട് സൈഡ് സെക്ഷനായിട്ട് വരിയായി നിൽക്കും. ആ ആ ദഫുമായിട്ട് കളിച്ച് പെയ്ത്ത് പാടും. ആ ഈ നടുവിൽ നിൽക്കുന്ന രണ്ടുപേരും മഹാന്മാരുടെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ ഈ സാധനം കൈപ്പിടിക്കുന്ന സാധനം പിടിച്ചിട്ട് വയറ്റില് കുത്തും. വയറ്റിൽ കുത്തും, കുത്തിയിട്ട് ഇങ്ങനെ ഊരും, ബ്ലഡ് വരൂല. എല്ലാ വർഷവും നടക്കും. ആ നെടുംനില ഇങ്ങനെ അപകടം സംഭവിക്കും ലക്ഷദ്വീപില്. ആ ആ ഈ നെടുംനില ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രളയം അങ്ങനെയുള്ള ഇത് കിട്ടും. ആ അതിനുവേണ്ടി അത് മുടക്കാതെ എല്ലാ വർഷവും റമദാൻ കഴിഞ്ഞിട്ട് ചെറിയ കഴിഞ്ഞിട്ട് നടക്കും. നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടേ ആ, പഠനം പൂർത്തിയാക്കി ഏതെങ്കിലും പള്ളിയിൽ ഖത്തീബായി ജോലി ചെയ്യോ? ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ ചെയ്യും. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവോ? ഇൻഷാ അല്ലാഹ് ബോധ്യപ്പെടുത്തും. ഞാനിപ്പോ അതിലുണ്ട്. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം പോകും അതിന്. ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ, നിങ്ങൾ ഖുർആൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്? ഖുർആൻ അങ്ങനെയൊന്നും വ്യക്തമാക്കി പഠിച്ചിട്ടില്ല, അത് പഠിക്കണം ഇനി. ഇൻഷാ അല്ലാഹ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ടേ, മോനെ, ആ അൽ യൗം. യൗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവസമാണ് അല്ലേ? ദിവസമാണ്. എന്നിട്ട് പറഞ്ഞു അക്മൽതു ലക്കും ദീനക്കും. എന്താ പറഞ്ഞാന്നറിയോ? എന്താ പറഞ്ഞ്? ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ആ എന്നിട്ട് പറഞ്ഞു വഅത്മംതു അലൈക്കും നിഅമതി. എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞ്? എന്റെ അനുഗ്രഹത്തെ ഞാനിതാ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ദീനാകുന്ന അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ആ വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ ദീനായിട്ടും ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ആ മാ ബഖിയ ഷൈഉൻ, ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോയിട്ടില്ല, യുഖർജിബു മിനൽ ജന്ന, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും, വയുബാഇദു മിനന്നാർ, നിങ്ങളെ നരകത്തിൽ നിന്ന് തടുക്കുന്നതുമായ, ഉം, ഇല്ലാ വഖദ് ബുയ്യന ലക്കും, ഒരു വളരെ വ്യക്തമാക്കി തരാതെ, അതായത് സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ തടുക്കുന്നതുമായ ഒരു കാര്യവും ഞാൻ നിങ്ങളെ വ്യക്തമായി പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാ. റസൂൽ ഒരിക്കലും നമ്മളോട് കളവ് പറയില്ലല്ലോ. ഇല്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ആളുകളല്ലേ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. ഉം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം പ്രവാചകനായി നമുക്ക് മാതൃകയായി ജീവിച്ചിട്ടുണ്ട് അല്ലേ? ആണ്. അതോടൊപ്പം തന്നെ സച്ചരിതരായ സ്വഹാബാക്കൾ അവരെത്രയോ കാലം ജീവിച്ചിട്ടുണ്ട്. ആ, അവരുടെ ഒന്നും കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മഹദി ഷൈഖ് റഹ്മമുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ അന്ന് അവരാരും ഇത്തരത്തിൽ നാട്ടിൽ അപകടമുണ്ടാകും, പ്രളയമുണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി ഇതുപോലെ ഖുതുബിയത്ത് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിശ്വാസം, അത് ഇസ്ലാമിന്റെ പേരില് വിശ്വസിക്കുകയും ആ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ഞാൻ സംശയം ചോദിക്കുകയാണ്. അതായത് നബിയോ സഹാബത്തോ താബീങ്ങളോ തബോ താബീങ്ങളോ ചെയ്യാത്ത, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഇത് നടത്തിയിട്ടില്ലെങ്കിൽ പ്രളയമുണ്ടാകും, അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകും എന്നുള്ളത്. ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാതെ സ്വഹാബാക്കൾ അത് മനസ്സിലാക്കാതെ എങ്ങനെയാണ് നമ്മളിത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. എന്താ പറയാ? അതിന്റെ നമ്മളെ കാലം മുതല് ഇങ്ങനെ നടന്നു വരുന്നതാ. അല്ല കുട്ടി, ഞാൻ ചോദിക്കണത് അൽഹംദുലില്ലാ, ഞാൻ നിന്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ചോദിക്കുകയാണ്. ഞാൻ ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഒരാളല്ലേ. നമ്മൾ ഇസ്ലാമിൽ എന്തൊരു കർമ്മവും ഞാൻ ഉണ്ടല്ലോ വ്യക്തമായിട്ട് ഇത് നടത്തുന്ന ഉസ്താദ് മുരീദ് ഉണ്ടല്ലോ, മുരീദ് ഇതിനൊരു മുരീദന്മാരുണ്ടാവും. ആ മുരീദന്മാരോട് ഞാൻ ചോദിച്ചിട്ട് ഉസ്താദിനെ പറഞ്ഞുതരാം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മോന് ആത്മാർത്ഥമായിട്ട് ഖുർആൻ അർത്ഥസഹിതം പഠിക്കാനും കൂടി തയ്യാറാവണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. കാരണം ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ ഉസ്താദ് ഉമ്മ സലാം പറഞ്ഞു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉമ്മ അടുത്തുണ്ട്. അൽഹംദുലില്ലാ. ഉമ്മാക്കൊന്ന് കൊടുക്കുവോ? ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താ ഉമ്മ വിശേഷം, സുഖല്ലേ? സുഖം തന്നെ. ഞാൻ മോനോട് പറയുകയാണേ, ഖുർആൻ അർത്ഥസഹിതം ഒന്ന് പഠിക്കണം. കാരണം
ഖുർആനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഹുദൽ ലിന്നാസ്, അത് മനുഷ്യനെ നേർവഴിയിലേക്ക് നയിക്കാനുള്ളതാണ്. വബയ്യനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ, സത്യാസത്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങളേറെ പ്രിയപ്പെട്ട മകനെ കേരളത്തിലേക്ക് പറഞ്ഞയച്ച് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉമ്മ കഷ്ടപ്പെട്ടിട്ടല്ലേ മോനെ പഠിപ്പിക്കണത് അല്ലെ? ആ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നത് നാളെ പരലോകത്ത് മകനെ കൊണ്ട് ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ? എന്നാൽ എല്ലാ കർമ്മങ്ങളെയും മനുഷ്യനിൽ നിന്നും പൊളിച്ചു കളയുന്ന കാര്യമാണ് അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്ത ഏതെങ്കിലും വിശ്വാസമോ ആചാരമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ ഇസ്ലാമില് ഈ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവോ അവന്റെ റസൂലോ സച്ചരിതരായ സ്വഹാബാക്കളോ താബീങ്ങളോ തബൗ താബീങ്ങളോ ഖുതുബിയത്ത് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ മോൻ പറഞ്ഞു ലക്ഷദ്വീപില് ഖുതുബിയത്ത് നടത്തിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിന്റെയോ കാലഘട്ടത്തിൽ മഹദി ഷൈഖ് റഹ്മമുള്ള ഇല്ല. പക്ഷെ അവർക്ക് ആർക്കും എന്ത് ചെയ്തിട്ടില്ല? ഖുതുബിയത്ത് ചെയ്യില്ലാത്തതിന്റെ പേരിൽ ഒരു പ്രയാസം ആ നാട്ടിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് അവർ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചു, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചു. അള്ളാഹു അവർക്ക് സംരക്ഷണം നൽകി. അപ്പൊ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന മകൻ ഖുർആൻ പഠിക്കാതെ ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പഠിച്ചു പോവുകയാണെങ്കിൽ ഈ ത്യാഗങ്ങൾക്കൊന്നും നാളെ എന്തില്ല, ഒരു പ്രതിഫലവും നമുക്ക് കിട്ടില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖുർആൻ പഠിക്കാനും പ്രവാചകന്റെ സുന്നത്തുകൾ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. എന്നെങ്കിലും ഒരു ദിവസം കേരളത്തിലേക്ക് വരുമ്പോ ഉമ്മയും മോനും എന്റെ വീട്ടിലേക്ക് വരണം ഇൻഷാ അല്ലാഹ് ട്ടോ. ശരി ശരി, സന്തോഷായിട്ടിരിക്കുന്നാല് ട്ടോ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം.